ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. RST പോർട്ട് റോട്ടർഡാം. ഇവിടെ RSC എന്നും RST എന്നും പറഞ്ഞിട്ട് 2 ഇതാണുള്ളത്. അതിൽ നമുക്ക് RSTയിലാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ആ പോകേണ്ടടുത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വഴി നമ്മൾ അങ്ങോട്ടേക്കുള്ള വഴിയാണ്. നമ്മളിപ്പോൾ ഒരു കുറഞ്ഞ സമയത്തുള്ളിൽ നമ്മളിപ്പോൾ RST പോർട്ടിലെത്തും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള കാർഗോ കാർഡ് എടുത്ത് പിടിക്കണം. അതെടുത്ത് നമ്മളൊരു സ്ഥലത്ത് വെക്കണം. പിന്നെ നമുക്ക് നമ്മുടെ മാനേജർ ഒരു ടാർ നമ്പർ അയച്ചിട്ടുണ്ടാവും. നമ്മളാദ്യം ആ ടാർ നമ്പറും എടുക്കണം. ഓക്കെ, ആ ടാർ നമ്പർ നമ്മൾ ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മെഷീനുണ്ട്, ആ മെഷീനിലടിക്കണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇപ്പോൾ അതിൻ്റെ RSTയുടെ അടുത്തേക്ക് എത്താനായി. ഇവിടെ സിഗ്നലുണ്ട്. RST കയറുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റ് നമുക്ക് സിഗ്നലുണ്ട്. അപ്പോൾ ആ സിഗ്നലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സിഗ്നൽ തുറന്നു കഴിഞ്ഞ് നമ്മൾ നേരെ ലെഫ്റ്റ് കയറി കഴിഞ്ഞാൽ നമ്മളിപ്പം ബ്ലോക്കിലാണുള്ളത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ RSTൻ്റെ ഉള്ളിലോട്ട് കയറും. നമ്മൾ ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഉള്ളിൽ കയറിയതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങൾ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം RSTയിൽ വരാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വന്നവരുണ്ടെങ്കിൽ കാണുന്നതിന് കുഴപ്പമില്ല, എന്നാലും നമ്മളെ ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക്, കാരണം ഞാൻ വന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഈ ഇവിടെ ഈ കയറുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടി കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ. കാരണം 2 ഭാഗത്തും ഒരു കല്ലിൻ്റെ മാതിരി സാധനമുണ്ട്. അതിൻ്റെ നടുക്ക് കൂടെ കറക്റ്റായിട്ട് എടുക്കണം. ഇല്ലെങ്കിൽ ടയർ അല്ലെങ്കിൽ നമ്മുടെ മഡ് ഗാർഡിൻ്റെ സൈഡ്, അതൊക്കെ മീൻസ് നമ്മുടെ സ്റ്റെപ്പിൻ്റെ സൈഡിൽ വരുന്ന സ്ഥലം, അതൊക്കെ ഇടിക്കും. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മൾ കറക്റ്റായിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ചെക്കിംഗ് ഉണ്ട്. ആ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളോട്ട് കയറാം. നമ്മളിപ്പോൾ സിഗ്നൽ ചെറുങ്ങനെ പാസ്സാകാൻ പോവാണ്. RSTൻ്റെ പോർട്ടിൽ വണ്ടികളുടെ തിരക്കാണ്. മൊത്തം 11 ഗേറ്റ് എങ്ങാനുണ്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ 11 ഫുള്ളായിരിക്കും. എല്ലാം ഫുള്ള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫുള്ളിന് കണക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ RST പോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറും. നമ്മൾ RST പോർട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ഗൈസ്. ഇനിയാണ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിൻ്റെ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട്. ജസ്റ്റ് ചെക്കിങ് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മുടെ കാർഗോ കാർഡോ വേറെ ഒന്നും വേണ്ട. ഇപ്പോൾ കണ്ട ആ വണ്ടികളൊക്കെ പോകുന്ന തരത്തിൽ അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും, ഒരു ചെറിയ പിടുത്തം. അവിടെ നമ്മൾ വണ്ടി സ്പീഡ് കുറച്ച് ആ ചെക്കിങ്ങിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് പോകണം. ഓരോ വണ്ടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ 20ആണ് സ്പീഡ്. ആ 20 സ്പീഡിൽ നമ്മൾ കറക്റ്റായിട്ട് പോവുക. ആ വണ്ടി പോയി കഴിഞ്ഞ് ഇനി ചുവപ്പ് പച്ച ലൈറ്റ് കത്തി നമ്മൾ പോവാം. അപ്പോൾ നമ്മൾ ഈ ചെക്കിങ് കഴിഞ്ഞു. ഇവിടെ നമ്മളെ കാർഗോ കാർഡിൻ്റെ ആവശ്യമോ വേറെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഒരു ഗേറ്റിലേക്ക് എത്തും. ആ ഗേറ്റിൽ നമുക്ക് എന്ത് വേണം, നമ്മൾ പറഞ്ഞ ടാർ നമ്പറും വേണം, നമ്മുടെ കാർഗോ കാർഡും വേണം. അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഗേറ്റ് മീൻസ് നമ്മളെ ടാർ നമ്പറും നമ്മുടെ കാർഗോ കാർഡും ഇട്ടിട്ട് നമുക്ക് എടുക്കാനുള്ളത്. അവിടെ പോയിട്ട് ഒരു പേപ്പർ കിട്ടാണ്ട്, ആ പേപ്പർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉള്ളോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണേ. ഇപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് കാർഗോ കാർഡാണ്. കാർഗോ കാർഡും ടാർ നമ്പറും. ഈ ടാർ നമ്പർ നമ്മളിത് ഈ ഫസ്റ്റ് ഗേറ്റിൽ അടിച്ചിട്ട് നമ്മളെ കാർഗോ കാർഡിൻ്റെ ടാർ നമ്പർ ക്ലിയർ ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമല്ല. പിന്നെ എല്ലാ ഗേറ്റിലും നമ്മൾ സുഖമായിട്ട് അങ്ങ് കയറിപ്പോൾ നമ്മുടെ കാർഗോ കാർഡ് മാത്രം ഇട്ടാൽ മതി. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിച്ചോളേ, മൊത്തം 11 ഗേറ്റ് വിടണ്ടേ. അതിലേതിൽ വേണമെങ്കിൽ കയറാൻ നമുക്ക്. അതിൽ ഈ 8 കഴിഞ്ഞിട്ട് 9ാമത്തെ ഗേറ്റ് ഉണ്ട്. അത് ലേശം ഒരു വീതി കൂടിയ സ്ഥലമാണ്. ഇവിടെ ആകുമ്പോൾ നമുക്ക്
ഒന്നും പേടിക്കാതെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട് ചെയ്യുക. കണ്ടോ, ഈ ഒരു ബോക്സ് കണ്ടോ, ഈ ബോക്സിലാണ് നമ്മുടെ കാർഗോ കാർഡ് ഇടേണ്ടതും നമ്മുടെ ടാർ നമ്പർ അടിക്കേണ്ടതും. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനതൊന്ന് ചെയ്യണേ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആ മെഷീനുള്ളത്. നമ്മളെ കാർഗോ കാർഡ് ഇടുക. അതിനുശേഷം നമുക്ക് കിട്ടിയ ടാർ നമ്പർ അടിക്കാം. 3781667. അപ്പോൾ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ലിസ്റ്റാണ് കിട്ടുക. അപ്പോൾ നമ്മൾ അത് നോക്കി പോയാൽ മതി കേട്ടോ. എനിക്ക് കിട്ടിയിരിക്കുന്നത് സോൺ 10 സോൺ 10 ഗേറ്റ് നമ്പർ 51 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഈ മുന്നേ കാണുന്ന ഗേറ്റിൽ നമ്മൾ കയറേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തു, ഇവിടുന്ന് തന്നെ നമുക്ക് സ്ലിപ്പ് കിട്ടി RSTയിൽ കയറാനുള്ള. ഇല്ലെങ്കിൽ അതാ അപ്പുറത്ത് വേറെ ഒരു ഗേറ്റും കൂടെ കാണുന്നില്ലേ, ആ ഗേറ്റ് കയറിയിട്ട് അവിടുന്ന് നമുക്ക് സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് അതിലങ്ങ് കയറിപ്പോവാം. നമുക്കിപ്പോൾ സ്ലിപ്പ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇതിന് റൈറ്റ് സൈഡിൽ കൂടെ കയറി പോകുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കൂടെ കയറി ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ സോൺ ഏതാണോ നോക്കുക, ആ സോണിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പിന്നെ നമ്മുടെ സോണിൽ കയറുക, അവിടുന്ന് ഗേറ്റ് നമ്പർ നോക്കിയിട്ട് അതിലങ്ങ് പോയാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളോട്ടുള്ള വീഡിയോസ് അലൗഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാർ ഇതിൻ്റെ ഉള്ളിൽ കയറുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നത്. ഓക്കെ, അതേമാതിരി ഇവിടുന്ന് തിരിച്ചു പോകുന്ന നേരവും ഇങ്ങനെ തന്നെ ഫസ്റ്റ് ഗേറ്റ്, രണ്ടാമത്തെ ഗേറ്റ്, 3 ഗേറ്റ് കടന്നു പോകണം. ഒക്കെ നമ്മുടെ കാർഗോ കാർഡിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അവിടെ. പിന്നെ നമുക്ക് ടാർ നമ്പറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടാർ നമ്പറിൻ്റെ ആവശ്യം വരുന്നത് നമുക്ക് ഉള്ളോട്ട് കയറുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇറ്റലിയുടെ ടണലിലൂടെയാണ്. ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നല്ല വൃത്തിയുള്ള ടണൽ ആണ്. ഇതിൽ നിന്നും നമ്മൾ അല്പദൂരം കടക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഇവിടെ വീടുകൾ കൂട്ടുകൂടിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. നിങ്ങൾ കാണുക, എത്ര ഭംഗിയുള്ള നമ്മുടെ ഇറ്റലി തായ്വാരം. വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഇറ്റാലിയൻ താഴ്വര. നമ്മുടെ യാത്ര ഇനി അടുത്ത ഒരു ടണലിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇറ്റലിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ടണലുകളും പാലങ്ങളും കുറേയുണ്ട്. അതുവഴി വേണം നമുക്ക് ഇനി അക്കരയ്ക്കും ഇക്കരയ്ക്കും പോകുന്നതിന്. മലയുടെ മുകളിൽ വീടുകൾ, നല്ല രസമുള്ള വീടുകൾ. ഈ കാണുന്നതെല്ലാം വീടുകളാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള വീടുകൾ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ വീടുകളെല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നതായി നമുക്ക് തോന്നും. ഇതാ നമ്മൾ വീണ്ടും ഒരു ടണലിൻ്റെ അകത്തുകൂടി അപ്പുറത്തേക്ക് കടക്കുവാൻ പോവുകയാണ്. ഇവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ടാണ് 2 ഭാഗത്തു കൂടിയും വണ്ടികൾ ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ ഒരു വശത്തു കൂടി മാത്രമേ വണ്ടികൾ വിടുകയുള്ളൂ. ഈ ടണൽ കടക്കുന്നതോടുകൂടി നമ്മൾ വീണ്ടും അടുത്ത ഒരു ടണലിലേക്ക് കടക്കും. ഇറ്റലിയിലെ വീടുകളും അവിടെ തന്നെയുള്ള നമ്മുടെ ഫാക്ടറികളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയുടെ മുകളിലാണ് ഇങ്ങനെ അടുക്കടുക്കായി വീടുകളുള്ളത്. കാണൂ, എത്ര ഭംഗിയായിട്ടാണ് ഇവിടെയുള്ളവർ വീടുകൾ സജ്ജീകരിക്കുന്നത്. ഇതാ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ധാരാളം വീടുകളുള്ള ഒരു സ്ഥലമാണ്. എന്ത് ഭംഗിയായിട്ടാണ്, ഇതാ എന്ത് രസമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ
വീടുകൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇറ്റലിയിലാണ്. ഇറ്റലി വളരെ സുന്ദരിയായ ഒരു സ്ഥലമാണ്. മലകൾ നല്ലോണം കൂടുതൽ മലകൾ ഉള്ള ഒരു സ്ഥലമാണ് ഇറ്റലി എന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയില്ല, എങ്കിലും എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇതുപോലെ പോക്കി ചങ്ങായിമാരെ നമസ്കാരം. കുരുവട്ടൂരാൻ കോഴിക്കോട് കുരുവട്ടൂർ പഞ്ചായത്ത് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയുള്ള ആളാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മുടെ യൂറോപ്പിൽ ട്രക്ക് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വ്യത്യസ്തം അവിടെ വണ്ടീൻ്റെ കാര്യങ്ങളിടും, പിന്നെ അതുകൂടാണ്ട് നമ്മളെ ഈ റോഡുകളെ കുറിച്ച്. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിലെ ഇതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റോഡിന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനിയിൽ പൊതുവെ നല്ല റോഡുകളുണ്ട്, മോശം റോഡുകളുണ്ട്.
പിന്നെ പറഞ്ഞാൽ ഒരുപാട് ഇറക്കവും ഒരുപാട് കയറ്റമുള്ളൊരു സ്ഥലമാണ് ഈ ജർമ്മനി. അതേപോലെ ഈ ഇറ്റലി, ഓസ്ട്രിയ ഒക്കെ അങ്ങനെ തന്നെ ഏകദേശം ഭയങ്കര ഇറക്കവും ഭയങ്കര കയറ്റമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ നമുക്ക് ഇപ്പം എന്താ പറയുക, നമ്മളെ നാടിനെ വെച്ച് താരതമ്യം ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവിടുത്തെ റോഡുകളിൽ നമ്മളെ നാട്ടിലുണ്ട് ഇവിടുത്തെ റോഡ് സയൻസും കാര്യങ്ങളും. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു റോഡിൻ്റെ ഒരു ഇറക്കം വരുന്നതിന് മുന്നേ അവിടെ ഇത്ര ചെരിവുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുത്തെ റോഡ് സയൻസിൽ തന്നെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളെ നാട്ടിലും അങ്ങനെ തന്നെ ഉണ്ടാവും. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ച് നമ്മളെ നാട്ടിലിപ്പോൾ ഒരു വണ്ടിക്കാരന് ഒരു റെസ്റ്റ് എടുക്കണമെങ്കിൽ അവർ റോഡ് സൈഡിൽ തന്നെ നിർത്തുകയാണെന്നാണ് എൻ്റെ ഒരു ഞാൻ കണ്ടത്. കാരണം നമ്മളെ അന്യദേശത്തു നിന്ന് വരുന്ന ലോറികളാണെങ്കിലും ബാക്കി എന്താണെങ്കിൽ പോലും എന്താണ് ഒരു അന്യദേശത്തു നിന്നുള്ള ആൾക്കാർ വരുന്നതിന് റോഡ് സൈഡിൽ തന്നെ സൈഡാക്കിയിട്ട് ഉറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കണ്ടോ കുറച്ച് വണ്ടികൾ കിടക്കുന്ന, അല്ല ലെഫ്റ്റ് സൈഡിൽ, അതേമാതിരി നമ്മുടെ റൈറ്റ് സൈഡിലും ഇവിടെ പാർക്കിംഗ് ഉണ്ട്. എങ്ങനെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർക്കിങ്ങിൽ നമുക്ക് ടോയ്ലറ്റ് ഉണ്ടാവും, ചിലപ്പോൾ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളെ ഈ വേസ്റ്റുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിൽ തന്നെ ഡബ്ബകളും സാധനങ്ങളും ഉണ്ട്. നമ്മളത് റോഡിൽ വലിച്ചെറിയോ അങ്ങനത്തെ ഒന്നും ഇവിടെ പാടില്ല. അപ്പോൾ അത്രയും ക്ലീൻ ആയിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ നാട്ടിലത്തെ മാതിരി ഉറക്കം കഴിഞ്ഞിട്ടുള്ളവനും വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, പിന്നെ ഇന്ന് തന്നെ അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ലോഡായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. നേരെ മറിച്ചാണ് ഇവിടെ. നമുക്കൊരു ദിവസം ആഴ്ചയിൽ 10 മണിക്കൂറും ഡ്യൂട്ടി എടുക്കുക, ബാക്കിയുള്ള 4 നമുക്ക് 9 മണിക്കൂർ വെച്ചിട്ടും ഡ്യൂട്ടി എടുക്കാം. മനസ്സിലായോ? അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് റെസ്റ്റും കാര്യങ്ങളും കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. 4 മണിക്കൂർ അല്ലെ 4.5 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ 3/4 മണിക്കൂർ ഇവിടെ മസ്റ്റായിട്ട് റെസ്റ്റ് എടുത്തോളണം. മനസ്സിലായോ? അതുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ടാക്കോ വയലേഷനാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാർക്കിംഗ് നോക്കും, നമ്മളെ വണ്ടി സൈഡാക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ വണ്ടി സൈഡാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ 3/4 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷമുള്ളൂ അവിടുന്ന് അടുത്ത യാത്ര ആരംഭിക്കുള്ളൂ. ഇനി അടുത്ത 4.5 മണിക്കൂർ കൂടെ നമ്മൾ അല്ലെങ്കിൽ 4 മണിക്കൂർ വണ്ടി ഓടിച്ച് നമ്മൾ വണ്ടി സൈഡാക്കുമ്പോഴത്തേക്ക് ഏകദേശം നമ്മളെ ഡ്രൈവിംഗ് ടൈം എന്ന് പറയുന്നത് അന്നപ്പോഴത്തേക്ക് ഒരു 8, 8:45 ആ സമയമൊക്കെ ആയി ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മൾ പുറത്ത് ഈ യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഡ്യൂട്ടിക്ക് വന്നാലുള്ള ഒരു ഗുണം. മനസ്സിലായില്ലേ? പിന്നെ ഇവിടുത്തെ റോഡുകളിലൊക്കെ പൊതുവെ നമുക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ലാത്ത രീതിയിലുള്ളതാണ് സംഭവങ്ങൾ. കാരണം ഇപ്പം തന്നെ സൈനുകളൊക്കെ കാണുന്നില്ലേ, ഇതിപ്പോൾ 2 റോഡായിട്ട് മാറാൻ പോവാണ്. ഇവിടെ വണ്ടീൻ്റെ പിന്നെ സ്പീഡ് ഇത്ര, അതൊക്കെ നമ്മളെ നാട്ടിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു കുറച്ച് ദൂരോടെ പോയാൽ 450 മീറ്ററിൽ ഈ റൈറ്റ് സൈഡ് കണ്ടോ, ഈ റൈറ്റ് സൈഡ് കാണുന്നതാണ് പാർക്കിംഗ്. നമ്മളെ വണ്ടിക്ക് നമുക്ക് ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി നിർത്തിയിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയുള്ള സ്ഥലമാണിത്. മനസ്സിലായോ? അതേമാതിരിയാണ് പിന്നെ ഇവിടെ. പിന്നെ അതേമാതിരി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പോകേണ്ട ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലതുവശത്ത് ചേർന്നുള്ള ട്രാക്കിനാണ് ട്രെയിലറുകളും ഒക്കെ പോകേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗതയേറിയ വണ്ടികൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ട്രാക്കിലും വേഗത കുറവുള്ള വണ്ടികൾ പോകേണ്ടത് റൈറ്റ് സൈഡിലാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ആ വണ്ടിക്കാരൻ വളരെ സ്ലോയിലാവണം, അവന് നല്ല ലോഡുണ്ട്, അപ്പോൾ അവന് പോകണമെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് കയറുന്ന സമയത്ത് നമ്മളുള്ള ബാക്കിലുള്ള വണ്ടികൾ നമുക്ക് നിർത്തി തന്നിരിക്കും. നമ്മളെ നാട്ടിലത്തേനെ പോലെയല്ല. നമ്മളെ നാട്ടിൽ പിന്നെ എന്താണ്, നമ്മൾ നിർത്തി കഴിഞ്ഞാൽ പോലും നമുക്ക് എന്താക്കാൻ പറ്റില്ല, അവരെന്ത് ചെയ്യൂല, നമുക്ക് പിന്നെ അവർ കയറിപ്പോവും, നമ്മളെ കയറി പോകാൻ സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇനി വലിയ വണ്ടി ആയാലും ചെറിയ വണ്ടി ആയാലും നമുക്ക് അവർ നിർത്തി തന്നിരിക്കും. അവർ നിർത്തി തന്നതിന് ശേഷം നമ്മൾ കയറി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ പോവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും നല്ലോണം പാലിക്കുന്നുണ്ട്. ഒരാളും കട്ട് ചെയ്ത് കണ്ട. ഇപ്പം തന്നെ ആ കാറുകൾ പോണത് സെക്കൻഡ് ലൈനിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ 100 സ്പീഡ് പോകേണ്ടതല്ല, അവരിപ്പോൾ 90-ലൊക്കെ പോകുന്നവരായിരിക്കും. ഏറ്റവും ലെഫ്റ്റ് സൈഡ് കണ്ടോ ഒരു ലൈനും കൂടെ, അതാണ് സ്പീഡ് ലൈൻ. അപ്പോൾ കുറവ് പോകുന്ന ആൾക്കാർ മാറിക്കൊണ്ടേ ഇരിക്കും. പോകേണ്ടവർക്ക് അതിലെ പോവാം.
സ്പീഡ് പോകേണ്ടവർക്ക് ആ ലൈനിൽ അങ്ങനെ പോവുകയും ചെയ്യാം. നമ്മളെ ട്രെയിലറുകളൊക്കെ നമ്മളെ വലതുവശത്തുള്ള ട്രാക്ക് ചേർന്ന് തന്നെ പോകും. മനസ്സിലായില്ലേ? പിന്നെ ജർമ്മനിയിലൊക്കെ പൊതുവെ നിയമങ്ങളൊക്കെ ലേശം കർശനമാണ്, പോലീസുകാർ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ടാക്കോയും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താക്കണം, വളരെ സൂക്ഷിച്ചും കണ്ടും നമ്മളെ വണ്ടി ഓടിക്കുക, കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലായില്ലേ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ടാക്കോ ടൈമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് പാലിക്കുക. ടാക്കോ ടൈമിൻ്റെ അകത്ത് ഇപ്പം നമ്മൾക്ക് എന്താ പറയുക, ഒരു 4 മണിക്കൂർ അല്ലെ ഒരു 3.25 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പാർക്കിങ് കണ്ടെത്തിക്കൊള്ളണം. നമ്മളിപ്പോൾ ആ പാർക്കിങ് കണ്ടെത്തി നമ്മൾ വണ്ടി സൈഡാക്കിയില്ലെങ്കിൽ നമ്മളെ ടാക്കോ ആണ് എന്താവുന്നത്, വയലേറ്റ് ആവുന്നത്. അതിൽ പിന്നെ വേറെ ആർക്കും ഒന്നും വരാനില്ല. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പൈസ ആവുക. കമ്പനി ചോദിക്കും എന്തുകൊണ്ട് നീ സൈഡാക്കിയില്ല എന്നാ ചോദിക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കി ചെയ്യാം. പിന്നെ എന്നെ കൊണ്ടാവുന്ന മാതിരി ഇവിടുത്തെ റോഡും ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കാണുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി ഞാൻ ഇപ്പോൾ പോകുന്നത് പോളണ്ടിലേക്കാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ പോളണ്ടിലത്തെ റോഡുകളെ കുറിച്ചുള്ള ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ അവിടെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് കാര്യങ്ങളാണെന്നുള്ളതൊക്കെ നമുക്കൊന്ന് അവിടെ തീരുമ്പോൾ പറയാം. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഒക്കെ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. The machine has some problems, so he stops here. Thanks, Global. PNG Industries Limited, India. This only remote control. Just move to remote control only. No vehicle, no driver, only remote control.
ഗൈസ്, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഷോർട്ട് ട്രെയിലേഴ്സിനെയും ലോങ് ട്രെയിലേഴ്സിനെയും കുറിച്ചാണ്. അപ്പോൾ ഈ ഷോർട്ട് ട്രെയിലേഴ്സ് ലോങ് ആക്കാൻ പറ്റും, അതെങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നീട്ടുന്നതെന്നും കുറയ്ക്കുന്നതെന്നും നോക്കാം. അപ്പോൾ ട്രെയിലറിൻ്റെ ബാക്കിലായിട്ട് ഈ 2 സ്വിച്ചുകളുണ്ട്. അപ്പോൾ ഇതിൽ ഈ കാണുന്ന സ്വിച്ച് നമുക്ക് ഈ സ്വിച്ച് അകത്തേക്ക് പോകുന്നതിനും ഈ സ്വിച്ച് നമുക്കത് പുറത്തേക്ക് നീട്ടുന്നതിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ട്രെയിലറിൻ്റെ രണ്ട് ലോക്കുകളുണ്ട്. 2 ലോക്കുകളുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഒന്നിതാ ഈ ലോക്ക് നമ്മൾ എന്താക്കണം, ഇങ്ങോട്ടേക്ക് ആക്കണം. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ കൊളീഗയെ വെച്ച് കാണിച്ചു തരാം. അപ്പോൾ ആ ലോക്ക് അങ്ങോട്ടേക്ക് ആക്കി, അതിനുശേഷം ഇതിന് 2 ഭാഗത്തുണ്ടാവേ. അപ്പോൾ 2 ഭാഗത്തെ ലോക്കും നമ്മൾ മാറ്റി, അതിനുശേഷം നമ്മൾ പറഞ്ഞ ഈ സ്വിച്ച് വെക്കുക. അപ്പോൾ ഇത് മുന്നോട്ടേക്ക് പോകും. ഇത് പറയുന്നത് നമുക്കിപ്പോൾ 45 കണ്ടെയ്നർ കയറ്റുന്നതിന് വേണ്ടിയാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് തിരിച്ച് ഇനി ഉള്ളോട്ട് തന്നെ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചാലേ. ഇത് റിട്ടേൺ പോകുന്നതിന് വേണ്ടിയാണ്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ഇപ്പോൾ ലോഡില്ലാതെ പോകുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ വേണം പോകാൻ, ഇല്ലെങ്കിൽ നമ്മുടെ പോലീസ് ഫൈൻ ചെയ്യും, സാധനങ്ങൾ ചെയ്യും. അതിനുശേഷം ഈ ലോക്ക് ക്ലോസ് ചെയ്യാം. ഈ 2 ലോക്കും ലോക്കാക്കാം. അപ്പോൾ ഈ വണ്ടി നമ്മുടെ ഈ ട്രെയിലർ ലോക്കായി. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷോർട്ടാണ്, കാരണം ഇതിലിപ്പോൾ ഒരു 20 നമ്മുടെ 20 കണ്ടെയ്നർ കയറ്റാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ളതാണ് ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ 45 കയറ്റേണ്ടി വേണ്ട സമയത്താണ് നമ്മളിപ്പോൾ കാണിച്ച ഈ കണ്ടെയ്നറിൻ്റെ ഈ ഇത് ബാക്കോട്ട് ആക്കിയിട്ടാണ് നമ്മൾ 45 ഇതിൻ്റെ അകത്ത് കയറ്റുക. ഇതിൽ കണ്ടെയ്നർ ഇല്ലാത്ത സമയത്ത് ഇതിങ്ങനെ ക്ലോസ് ആക്കിയിട്ട് തന്നെ ഇടണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലോങ് ചേസ് നോക്കാം. ലോങ്ങിന് ഇതിൻ്റെ ഒന്നും വരില്ല. ഇതാണ് ലോങ്ങിൻ്റെ. ഇതിന് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ലോക്കിടാനോ വേറെ സാധനങ്ങളൊന്നുമില്ല. ഇതിൽ ഓൾറെഡി 45 കയറ്റുന്നതിന് വേണ്ടിയിട്ട് കറക്റ്റായിരിക്കും. മനസ്സിലായില്ലേ? ഇതിൽ ഒരു 20 കണ്ടെയ്നർ നമുക്ക് ഇതിനകത്ത് കയറ്റാൻ പറ്റില്ല, കാരണം ഇത് 45 വേണ്ടി മാത്രമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ വേറെ കണ്ടെയ്നറുകളിലൊന്നും കയറ്റാൻ പറ്റില്ല, കാരണം ഇതിൽ 45 തന്നെ കയറ്റാൻ പറ്റത്തുള്ളൂ. ഇത് മൊത്തമായിട്ട് ഫിക്സായിട്ട് വരുന്നതാണ്. ഒരു ഫുൾ 45 കണ്ടെയ്നറാണ് ഇതാ ഈ കാണുന്നത്. ഇങ്ങനത്തെ ഈ കണ്ടെയ്നറാണ് ഇതാ ഈ കിടക്കുന്ന ഈ ട്രെയിലറിൽ കയറ്റാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് 45 കയറ്റാം, 20 കയറ്റാം, അങ്ങനത്തെ ഒരു രീതിയിലുള്ള പിന്നെ ട്രെയിലറാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ, അപ്പോൾ ട്രെയിലറുകൾ എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒരു ട്രെയിലർ കിട്ടുകയാണ്. ആ ട്രെയിലറിൻ്റെ അകത്ത് 20 കയറ്റാം, 45 കയറ്റാം. അപ്പോൾ ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് പുതുതായി വരുന്ന ഒരാൾക്ക് എങ്ങനെ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ്. കാരണം നമ്മൾ ചിലപ്പോൾ പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 20 കണ്ടെയ്നറായിരിക്കും കയറ്റാനുണ്ടാവുക. 20 അന്നേരം നമ്മൾ എന്ത് ചെയ്യണം, അത് ഓൾറെഡി ഇപ്പോൾ നമ്മളെ ഈ ട്രെയിലർ കണ്ടില്ലേ, അതേ നേരത്തെ കണ്ട ട്രെയിലറിൻ്റെ മാതിരി അത് കുറച്ച് വെച്ചിട്ടാണ് വേണം നമ്മൾ എന്ത് 20 കയറ്റാൻ. 45 കയറ്റുന്ന സമയത്ത് നമ്മൾ ആ ലോക്കുകൾ റിലീസ് ചെയ്തിട്ട് അത് ബാക്കോട്ട് ആക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, 45 കണ്ടെയ്നർ കയറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ചെറിയ പിന്നെ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക്, മീൻസ് നമ്മളിപ്പോൾ ഒരു ട്രെയിലറിനെ കുറിച്ച് പിന്നെ നാട്ടിൽ നിന്ന് വേറെ ടിപ്പറൊക്കെ ഓടിച്ച് നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ യൂറോപ്പിൽ വന്നിട്ട് ട്രെയിലറിലേക്ക് കയറുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചെറിയ ഇതൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് RST പോർട്ടിലേക്കാണ്. അപ്പോൾ RST പോർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച്
കുറച്ച് കാര്യങ്ങളുണ്ട്. പോർട്ടിൽ നമ്മൾ കേറുന്ന സമയത്ത് നമ്മളെ കാർഗോ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് RST പോർട്ടിലേക്ക് കേറാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? ഈ കാർഗോ കാർഡും പിന്നെ നമുക്കൊരു കാർ നമ്പർ എന്ന് പറഞ്ഞ നമ്പർ നമ്മുടെ മാനേജർ അയച്ചു തരും. ആ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്തിനു പറ്റുള്ളൂ ഈ RST പോർട്ടിന്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. RST പോർട്ട് റോട്ടർഡാം. ഇവിടെ RSC എന്നും RST എന്നും പറഞ്ഞിട്ട് രണ്ട് ഇതാണുള്ളത്. അതില് നമുക്ക് RSTയിലാണ് പോണ്ടത്. അപ്പോ നമ്മളാ പോണ്ടടുത്ത് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ വഴി നമ്മൾ അങ്ങോട്ടേക്കുള്ള വഴിയാണ്. നമ്മളിപ്പോ കുറഞ്ഞ സമയത്തുള്ളിൽ നമ്മളിപ്പോ RST പോർട്ടിലെത്തും. അപ്പോ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കയ്യിലുള്ള കാർഗോ കാർഡ് എടുത്ത് പിടിക്കണം. അതെടുത്ത് നമ്മളൊരു സ്ഥലത്ത് വെക്കണം. പിന്നെ നമുക്ക് നമ്മുടെ മാനേജര് ഒരു ടാർ നമ്പർ അയച്ചിട്ടുണ്ടാവും. നമ്മളാദ്യം ആ ടാർ നമ്പർ കൊടുക്കണം. ഓക്കെ, ആ ടാർ നമ്പറും നമ്മള് ഉള്ളോട്ട് കയറി കഴിഞ്ഞാല് നമ്മള് ഒരു മെഷീൻ്റെ ആ മെഷീനിലടിക്കണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാന് ഇപ്പോ അതിൻ്റെ RSTയുടെ അടുത്തേക്ക് എത്താനായി ഇവിടെ സിഗ്നലുണ്ട്. RST കയറുന്നതിൻ്റെ തൊട്ട് മുന്നേറ്റ് നമുക്ക് സിഗ്നലുണ്ട്. അപ്പോ ആ സിഗ്നല്
ആ സിഗ്നലിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. സിഗ്നല് തുറന്നു കഴിഞ്ഞ് നമ്മള് നേരെ ലെഫ്റ്റ് കയറി കഴിഞ്ഞാല് നമ്മളിപ്പം ബ്ലോക്കാണുള്ളത്. അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഉള്ളോട്ട് കയറും. നമ്മളുള്ളിൽ കയറി കഴിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പൊ നിങ്ങള് ഉള്ളിൽ കയറിയതിന് ശേഷമുള്ള ബാക്കി കാര്യങ്ങള് ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം. കാരണം അറസ്റ്റില് വരാത്ത ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വന്നവരുണ്ടെങ്കിലും കാണുന്നതിന് കുഴപ്പമില്ല, എന്നാലും നമ്മളെ ഒരു പുതിയതായിട്ട് വരുന്ന ആൾക്കാര്, കാരണം ഞാൻ വന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും, ഇവിടെ കേറാന്ന് പറയുമ്പോ തന്നെ ഒരു പേടി കാര്യങ്ങളൊക്കെ എല്ലാരും പറഞ്ഞ കാരണം രണ്ട് ഭാഗത്തും കല്ല്, ഒരു കല്ലിന്റെ മാതിരി സാധനമുണ്ട്. അതിന് നടുക്ക് കൂടെ കറക്റ്റായിട്ട് എടുക്കണം, ഇല്ലെങ്കിൽ ടയറ് അല്ലെങ്കിൽ നമ്മുടെ മഡ് ഗാർഡിന്റെ സൈഡ് അതൊക്കെ മീൻസ് നമ്മളെ സ്റ്റെപ്പില്ലേ, സ്റ്റെപ്പിന്റെ സൈഡിൽ വരുന്ന സ്ഥലം അതൊക്കെ ഇടിക്കും. അപ്പൊ അതൊന്നില്ലാണ്ട് നമ്മള് കറക്റ്റായിട്ട് എടുക്കണം. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മള് കേറുമ്പോ തന്നെ ഒരു ചെക്കിങ് ഉണ്ട്. ആ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മള് ഉള്ളോട്ട് കയറാം. നമ്മളിപ്പോ സിഗ്നല് ചെറുങ്ങനെ പാസ്സാകുമ്പോഴാണ് ബോട്ടില് വണ്ടിയുള്ള തിരക്കാണ്. മൊത്തം 11 ഗേറ്റ് എങ്ങാനുണ്ട് കേറാൻ വേണ്ടിയിട്ട്. അപ്പൊ 11 ഫുള്ളായിരിക്കും. എല്ലാം ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഫുള്ളിന് കണക്കായിട്ടുണ്ടാവും. അപ്പൊ നമ്മളിപ്പോ RSC പോർട്ടിൻ്റെ ഉള്ളോട്ട് കയറും.
കയറി. ഇനിയാണ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മളിവിടെ എന്താണ് ചെയ്യാൻ പോകുന്നതിനുള്ളതിൻ്റെ ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ചെക്കിങ് ഉണ്ട്. ജസ്റ്റ് ചെക്കിങ് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളെ കാർഗോ കാർഡോ വേറെ ഒന്നും വേണ്ട. ആ വണ്ടികളൊക്കെ പോകുന്നിടത്തില് അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും, ചെറിയ പിടുത്തം. അവിടെ നമ്മള് വണ്ടി സ്പീഡ് കുറച്ച് ആ ചെക്കിങ്ങിന് അതിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റായിട്ട് പോകണം. ഓരോ വണ്ടിയായിട്ട് നമ്മളെന്ത് ചെയ്യാം, ഇവിടെ 20 സ്പീഡ്. 20 സ്പീഡിൽ നമ്മൾ കറക്റ്റായിട്ട് പോവാം. ആ വണ്ടി പോയി കഴിഞ്ഞ് ഇനി ചുവപ്പ് പച്ച ലൈറ്റ് കത്തി നമ്മൾ പോവാം. അപ്പൊ നമ്മള് ഈ ചെക്കിങ് കഴിഞ്ഞു. ഇവിടെ നമ്മളെ കാർഗോ കാർഡിൻ്റെ ആവശ്യം വേറെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മള് അടുത്ത ഒരു ഗേറ്റിലേക്ക് എത്തും. ആ ഗേറ്റില് നമുക്ക് എന്ത് വേണം, നമ്മൾ പറഞ്ഞ ടാർ നമ്പറും വേണം, നമ്മുടെ കാർഗോ കാർഡും വേണം. അതുണ്ടെങ്കിൽ മാത്രമുള്ളൂ നമുക്ക് ഉള്ളോട്ട് കയറാൻ പറ്റത്തുള്ളൂ. അമ്മ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഗേറ്റ്. മെയിൻ ഗേറ്റ് മീൻസ് നമ്മളെ ടാർ നമ്പറും നമ്മുടെ കാർഗോ കാർഡ് ഇട്ടിട്ട് നമുക്ക് എടുക്കാനുള്ളത്. അവിടെ പോയിട്ട് ഒരു പേപ്പർ കിട്ടാനുണ്ട്. ആ പേപ്പർ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉള്ളോട്ട് കയറാൻ പറ്റും.
വേണ്ടിയുള്ളതാണ്. നമ്മൾ അങ്ങോട്ടേക്ക് ഇവിടെ നമുക്ക് വേണ്ടത് കാർഗോ കാർഡാണ്. കാർഗോ കാർഡും ടാർ നമ്പറും. ഈ ടാർ നമ്പർ നമ്മളിത് ഫസ്റ്റ് ഗേറ്റിൽ അടിച്ചിട്ട് നമ്മളെ കാർഗോ കാർഡിന്റെ ടാർ നമ്പർ ക്ലിയർ ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. പിന്നെ എല്ലാ ഗേറ്റിലും നമ്മള് സുഖമായിട്ട് അങ്ങ് കേറിപ്പോ നമ്മളെ കാർഗോ കാർഡ് മാത്രം ഇട്ടാ മതി. മനസ്സിലായില്ലേ? അപ്പോ ശ്രദ്ധിച്ചോളെ, മൊത്തം 11 ഗേറ്റ് വിടണ്ടേ. അതിലേതില് വേണമെങ്കിൽ കയറുമ്പോക്ക് അതില് ഈ 8 കഴിഞ്ഞിട്ട് 9ാമത്തെ ഗേറ്റ് ഉണ്ട്. അത് ലേശൊരു വീതി കൂടിയ സ്ഥലാണ്. ഇവിടെ ആകുമ്പോക്ക് ഒന്നും പേടിക്കാതെ കാര്യങ്ങളൊക്കെ കണ്ട. ഈ ഒരു ബോക്സ് കണ്ടോ? ഈ ബോക്സിലാണ് നമ്മളെ കാർഗോ കാർഡ് ഇടേണ്ടതും നമ്മുടെ ടാർ നമ്പർ അടിക്കേണ്ടതും. ഓക്കെ, ഒരു മിനിറ്റ്, ഞാനതൊന്ന് ചെയ്യണേ. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ആ മെഷീനുള്ളത്. നമ്മളെ കാർഗോ കാർഡ് ഇടുക. അതിനുശേഷം നമുക്ക് കിട്ടിയ ടാർ നമ്പർ അടിക്കുക.
നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ലിസ്റ്റാണ് കിട്ടുക. അപ്പോൾ നമ്മള് അത് നോക്കി പോയാൽ മതി കേട്ടോ. എനിക്ക് കിട്ടിയിരിക്കുന്നത് സോൺ 10 സോൺ 10 ഗേറ്റ് നമ്പർ 51 കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇനി ഈ മുന്നേ കാണുന്ന ഗേറ്റിൽ നമ്മൾ കയറേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഓൾറെഡി എന്ത് ചെയ്തു, ഇവിടുന്ന് തന്നെ നമുക്ക് സ്ലിപ്പ് കിട്ടി RSയിൽ കയറാനുള്ള. ഇല്ലെങ്കിൽ അതാ അപ്പുറത്ത് വേറെ ഒരു ഗേറ്റ് കൂടെ കാണുന്നില്ലേ, ആ ഗേറ്റ് കേറിയിട്ട് അവിടുന്ന് നമുക്ക് സ്ലിപ്പ് കിട്ടും. ആ സ്ലിപ്പ് കിട്ടിയതിന് ശേഷം നമുക്ക് അതിലങ്ങ് കയറിപ്പോവാം. നമുക്കിപ്പോ സ്ലിപ്പ് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ ഇതിന് റൈറ്റ് സൈഡ് കൂടെ കയറി പോകുന്നത്. മനസ്സിലായല്ലേ? നമ്മളീ റൈറ്റ് സൈഡ് കൂടെ കയറി ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ സോൺ ഏതാണോ നോക്കുക, ആ സോണിൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പിന്നെ നമ്മുടെ സോണിൽ കയറുക, അവിടുന്ന് ഗേറ്റ് നമ്പർ നോക്കിയിട്ട് അതിലങ്ങ് പോയാൽ മതി. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളോട്ടുള്ള വീഡിയോസ് അലൗഡ് അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് കൂട്ടുകാരി ഇതിൻ്റെ ഉള്ളിൽ കയറുന്നവരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ഓക്കെ, അതേമാതിരി ഇവിടുന്ന് തിരിച്ചു പോകുന്നേരം ഇങ്ങനെ തന്നെ ഫസ്റ്റ് ഗേറ്റ്, രണ്ടാമത്തെ ഗേറ്റ്, 3 ഗേറ്റ് കടന്നു പോകണം. ഒക്കെ നമ്മുടെ കാർഗോ കാർഡിൻ്റെ ആവശ്യം മാത്രമുള്ള അവിടെ. പിന്നെ നമുക്ക് ടാർ നമ്പറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടാർ നമ്പറിൻ്റെ ആവശ്യം വരുന്നത് നമുക്ക് ഉള്ളോട്ട് കയറുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക,
നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്, നമ്മൾ പോർട്ടിൽ നിന്നും ഒരു എംപ്റ്റി കണ്ടെയ്നർ എടുത്തിട്ട് അതുമായി നമ്മളൊരു കമ്പനിയിൽ ലോഡ് കയറ്റാൻ പോകുമ്പോൾ നമുക്ക് ഒരു CMR എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന കമ്പനിയിലെ സാധനം എടുക്കാൻ പോകുന്നതാണെന്നും അതിനുള്ള ഓർഡർ നമ്പറും അതിനുള്ള റെഫറൻസ് നമ്പറും നമ്മൾ എടുത്തിട്ടുണ്ടെന്നും അത് ഏത് രാജ്യത്ത് നിന്ന് നമ്മൾ ഏത് രാജ്യത്തേക്കാണ് ഈ ലോഡ് എടുക്കാൻ പോകുന്നതെന്നും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. പിന്നെ ഈ CMR നമ്മൾ 2 തരത്തിൽ എഴുതണം. ഒന്ന്, നമ്മൾ ഇപ്പോൾ എംപ്റ്റി കണ്ടെയ്നറായിട്ട് നമ്മളിപ്പോൾ ലോഡ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഒരു ഷീറ്റിൽ എഴുതിയാൽ മതി. കാരണം നമുക്കുള്ള CMR കമ്പനിയിൽ നിന്ന് തരും. പക്ഷേ നമ്മൾ ഒരു പേപ്പറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊക്കെ എഴുതണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഇപ്പോൾ ലോഡ് കണ്ടെയ്നറാണ് പോർട്ടിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ അതിൽ നമ്മൾ 4 പേപ്പറിലുള്ള CMR ഉണ്ട്. ഒറ്റ പേപ്പർ തന്നെ ഒരു ഇതിൽ 4 പേപ്പർ വരും. ആ 4 പേപ്പറിലും ഒന്നിൽ എഴുതിയാൽ ഈ 3 പേപ്പറിലേക്കും നമ്മുടെ സ്കെച്ച് മാരി അതിൻ്റെ അടിയിലേക്ക് എല്ലാത്തിലും വരും. അപ്പോൾ അങ്ങനത്തെ പേപ്പറിൽ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഒരു എംപ്റ്റി കണ്ടെയ്നർ എടുത്തിട്ട് നമുക്ക് എംപ്റ്റി കണ്ടെയ്നർ എടുത്ത് ലോഡ് കയറ്റാൻ പോകുന്ന നേരം CMR എഴുതുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഏറ്റവും മുകളിലായി കാണുന്ന ഓർഡർ നമ്പർ, അത് നമുക്ക് നമ്മുടെ മാനേജർ അയച്ചു തരും. ഇന്ന ഓർഡർ നമ്പറിൽ നമ്മൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, ലോഡ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ നമ്പർ ഉണ്ടാവും. പിന്നെ നമ്മൾ ഏത് പോർട്ടിൽ നിന്നാണോ നമ്മുടെ കാലി കണ്ടെയ്നർ എടുത്തത്, അത് ഇപ്പം ഞാൻ എടുത്തത് RST സൗത്ത്, റോട്ടർഡാം, നെതർലാൻഡ്. 1ാമത്തെ കോളത്തിലും അത് എഴുതുക. അതേമാതിരി 4ാമത്തെ കോളത്തിലും നമ്മൾ റോട്ടർഡാം, നെതർലാൻഡ് എന്ന് എഴുതാം. പിന്നെ ഈ 2, 3 കോളം എന്ന് പറയുന്നത്, 2ാമത്തെ കോളം നമ്മൾ ഏത് കമ്പനിയിലാണോ നമ്മൾ എന്തിന് പോകുന്നത്, ലോഡ് എടുക്കാൻ പോകുന്നത്, ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് 2ാമത്തെ കോളത്തിൽ മൊത്തമായിട്ട് എഴുതാം. 3ാമത്തെ കോളത്തിൽ ആ സ്ഥലവും അതിൻ്റെ രാജ്യവും. ഇപ്പം ഞാൻ എടുക്കാൻ പോയ സ്ഥലത്ത് ഊസ്റ്റർഹട്ട്, നെതർലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോയത്. അപ്പോൾ അതിനെക്കൊണ്ട് അത് കറക്റ്റായിട്ട് എഴുതാം. ഓക്കെ. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 6, 7, 8, 9, 10 നമ്മളൊരു ലോഡ് കണ്ടെയ്നറാണ് കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ എഴുതേണ്ടതാണ്. അത് അല്ലെങ്കിൽ നമുക്ക് കമ്പനിയിൽ നിന്ന് CMR തരുന്നേരം നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിനകത്ത് എഴുതേണ്ടത് നമ്മളെടുത്തുള്ള കണ്ടെയ്നർ 45 ഫീറ്റ് എംപ്റ്റി കണ്ടെയ്നർ, പിന്നെ അതിൻ്റെ യൂണിറ്റ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടെയ്നർ നമ്പറല്ലേ, ആ നമ്പർ നമ്മൾ അതിൻ്റെ അകത്ത് എഴുതണം. പിന്നെ നമുക്കൊരു റെഫറൻസ് തന്നിട്ടുണ്ടാവും. എന്ത്, നമുക്ക് ലോഡ് കയറ്റാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പനി കൊടുക്കേണ്ട ഒരു റെഫറൻസ് നമ്പർ. അപ്പോൾ അതും കൂടി എഴുതാം. അപ്പോൾ അത് പിന്നെ നമുക്ക് എത്ര പെല്ലറ്റ് ഉണ്ടെന്നും അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മുടെ മാനേജർ തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ അതിൻ്റെ അകത്ത് എഴുതി ചേർക്കാം. അതിനുശേഷം നേരെ താഴോട്ടേക്ക് വന്നതിൽ 21ാമത്തെ കോളത്തിൽ നമ്മൾ നമ്മുടെ എംപ്റ്റി കണ്ടെയ്നർ എടുത്ത സ്ഥലം റോട്ടർഡാം, നെതർലാൻഡ്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ എടുക്കുന്ന അന്നത്തെ ഡേറ്റ്. ഓക്കെ. അതിന് തൊട്ട് താഴെയായിട്ട് 25ാമത്തെ കോളത്തിൽ നമ്മുടെ ട്രക്കിൻ്റെ നമ്പർ കണ്ടോ, 25 എന്ന് പറഞ്ഞ കോളത്തിൽ ട്രക്കിൻ്റെ നമ്പർ എഴുതണം. പിന്നെ നമ്മുടെ 26 എന്നുള്ളിടത്ത് നമ്മുടെ ട്രെയിലറിൻ്റെ നമ്പറും എഴുതണം. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ 23ാമത്തെ കോളത്തിൽ നമ്മുടെ പേരും അതിൻ്റെ ഒപ്പും പിന്നെ നമ്മുടെ കമ്പനീൻ്റെ സീലും അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ ഇതാക്കിയിരിക്കണം. പിന്നെ 17 എന്ന് പറഞ്ഞ കോളത്തിൽ നമ്മൾ ഏത് കമ്പനിക്കാണോ ഓടുന്നത്, ഇപ്പോൾ DFDS, ECS അങ്ങനെ പറഞ്ഞ് കുറേ കമ്പനികളുണ്ടല്ലോ, അങ്ങനെ ആ ഏത് കമ്പനിയിലാണ് നമ്മൾ ഓടുന്നത് ആ കമ്പനിയിലേക്കുള്ള കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളൊരു എംപ്റ്റി കണ്ടെയ്നർ എടുക്കാൻ ലോഡ് ചെയ്യാൻ വേണ്ടി കമ്പനിയിലേക്ക് പോകുന്നവർ നമ്മളെ കൈവശം വെക്കേണ്ട പേപ്പർ. ഇത് നമ്മളിപ്പം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിതാണ് എടുത്തു കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ പേപ്പറും കാര്യങ്ങളാണ് എടുത്തു കൊടുക്കേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അറിയാത്ത കാര്യങ്ങൾ ആളുകൾ അറിയട്ടെ.
കാരണം പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഈ CMRനെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാത്ത രീതിയിൽ നമുക്ക് സംശയങ്ങളുണ്ടാവും. പക്ഷേ നമ്മളെ കൂടുതൽ ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. പിന്നെ ഞാൻ ഈ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.